ഇന്ന് ഞാൻ യെല്ലോ പീച്ച് കൊണ്ട് കിട്ടുമായിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കി. നമ്മൾ സാധാരണ ജ്യൂസ് ഉണ്ടാക്കുന്ന കണക്കല്ല, കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷേ എളുപ്പമാണ് കേട്ടോ. ഞാൻ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. പീച്ച് ഞാൻ ഇതേ കണക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു പാൻ ചൂടായിട്ട് അതിലോട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ജ്യൂസൊക്കെ ഇങ്ങനെ ഇറങ്ങുന്ന വരുവാകുമ്പോഴത്തേന് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണൊക്കെ ഇടുന്നതായിരിക്കും കറക്റ്റ് മധുരം കിട്ടുക. പക്ഷേ ഞാനൊരു 1/2 ടേബിൾ സ്പൂണേ ഇട്ടുള്ളൂ, കാരണം പഞ്ചസാര ഒത്തിരി നമുക്ക് നല്ലതല്ലല്ലോ. പിന്നെ ഈ ജ്യൂസൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ല ഡ്രൈ ആയി കിട്ടുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ ലക്ഷ്യം ജ്യൂസ് അടിക്കുക എന്നാണല്ലോ. അതുകൊണ്ട് ഞാനൊരു ജാർ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സംഭവം ചേർത്തിട്ട് നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. തണുത്ത വെള്ളം തന്നെ വേണം കേട്ടോ, അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടാലും മതി. പക്ഷെ കുടിക്കുമ്പോൾ തണുപ്പുണ്ടായിരിക്കണം, എന്നാലേ ആ ഒരു സുഖം കിട്ടുള്ളൂ. നമ്മുടെ ജ്യൂസ് കണ്ടില്ലേ, ഇച്ചിരി തിക്നെസ് ഒക്കെ ഉണ്ട്. അതായത് നമ്മുടെ മാംഗോ ഫ്രൂട്ടി ഒക്കെ കുടിക്കുമ്പോൾ ഒരു തിക്നെസ് ഒക്കെ ഇല്ലേ, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഭയങ്കര റീഫ്രഷിങ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ കുക്ക് ചെയ്ത കാരണം ആ പീച്ചിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം എൻഹാൻസ് ചെയ്യുന്നുണ്ട്.